ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ അതേ 2 പൊതിയും താങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. ഇവർ കുറേ പ്രാവശ്യം തന്നെ വിളിച്ചു, പക്ഷേ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ നേരിട്ട് പോയി കളക്ട് ചെയ്യേണ്ട ഗതികേട് വന്നു. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, സാധനമൊക്കെ കിട്ടി, വളരെ സന്തോഷമായിട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മുടെ കൊറിയറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുമെങ്കിലും അത്ര റൈപ്പായിട്ടുള്ളത് നമുക്ക് കിട്ടാറില്ല. അപ്പം നല്ല മൂത്ത് പഴുത്ത പഴം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ല മുഴുത്ത വലിപ്പമുള്ള നല്ല ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മൂത്ത് കണ്ട, നല്ല തെറിച്ച മൂപ്പായാൽ ഇതിൻ്റെ ഇവിടെ ഭാഗം പൊട്ടി തുടങ്ങും. അത്രയും റൈപ്പാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇത് കേട്ടോ. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എവിടെ നിന്നാണ് കൊറിയർ ചെയ്തതെന്നറിയാമോ? ഇവിടെ അടുത്തുനിന്നൊന്നല്ല കേട്ടാ, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ റാന്നി അത്തിക്കയത്തുള്ള JJ ഗാർഡൻസ്, ജോസഫേട്ടൻ്റെ ഗാർഡനിൽ നിന്നാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ വന്ന വശം തന്നെ ഇതേ ഒരെണ്ണം മുറിച്ച് കഴിച്ചു. 3 കിലോയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 പഴമായിരുന്നു. ഓരോ പഴവും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ കളറ് കണ്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ് അത്യാവശ്യം നല്ല മുഴുപ്പുള്ള സീഡായിരുന്നു കേട്ടോ. സീകുട്ടി വീഡിയോ എടുക്കുമ്പോൾ പറയാം, അമ്മ ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതിനകത്ത് കിട്ടുന്നില്ലല്ലോ എന്നായിരുന്നു കുട്ടിയുടെ വിഷമം. അവിടെ നിന്ന് നമ്മൾ ഫ്രൂട്ട് മാത്രമല്ല പ്ലാന്റും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് അടുത്ത ഷോർട്സിൽ ഇടാം. എങ്ങനെയുണ്ട്? അതായത് പാകത്തിനുള്ള മധുരം, ഭയങ്കര സ്വീറ്റ് എന്ന് പറയാനില്ല. അത് നമുക്ക് തിന്നാനുള്ള മധുരമുണ്ട്. പിന്നെ എനിക്ക് തോന്നുമ്പോൾ നല്ല മഴ സീസണല്ലേ, അതുകൊണ്ടായിരിക്കാം ഇത്തിരി കുറഞ്ഞേക്കണത്. ഫ്രൂട്ട് മാത്രമല്ല കേട്ടോ, അതിൻ്റെ പ്ലാന്റും ഉണ്ട്.